നമ്മുടെ ഈ വീട് പണി കഴിഞ്ഞിട്ടുള്ള മെയിൻ്റനൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ പല വീഡിയോസിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഈ റീവിസിറ്റ് സൈറ്റ് പണ്ട് ചെയ്തിട്ടുള്ള സൈറ്റുകൾ റീവിസിറ്റ് സീരീസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ചില സൈറ്റുകളിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും, നമ്മൾ വേറെ അടുത്തുള്ള സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് കയറുന്നതൊക്കെ ആയിരിക്കും. വെൽ മെയിൻറ്റെയിൻ എന്നൊക്കെ പറയാൻ നമ്മൾ എങ്ങനെയാണോ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ലെവലിൽ തന്നെ അത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ആ വീട് അവർ കൊണ്ടു നടന്നിട്ടുണ്ടാകും. ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമുക്ക് ടൈമിലി നടക്കേണ്ട ഒരു കാര്യമാണ്. കംപ്ലൈൻസ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും ഏത് വീടിനും ഉണ്ടാവാം. നമ്മളിപ്പോൾ എത്ര കോടി രൂപയുടെ കാറ് മേടിച്ചാലും നമ്മൾ ഫസ്റ്റ് സർവീസിൽ നമുക്ക് പറയാൻ കുറച്ച് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് ഇട്ടിട്ട് കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം അതൊരു വലിയ കംപ്ലൈൻ്റ് ആയിട്ട് മാറും. അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഒന്ന് ക്ലീനിങ്, പ്രോപ്പർ ക്ലീനിങ് നമ്മൾ ടൈംലി തന്നെ നടത്തുക. അത് അവിടെ മുഷിഞ്ഞാലും മുഷിഞ്ഞില്ലെങ്കിലും ഡസ്റ്റ് അവിടെ ഉണ്ടാവും. ആ ഡസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടാത്തതുകൊണ്ട് കൂട്ടിയിട്ടാണ് വീടായതുകൊണ്ട് കൂട്ടിയിട്ട വീടാണ് ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ശരിക്കും ഒരു വീട് പണി കഴിഞ്ഞൊരു 2 years ഒക്കെ വരുമ്പോൾ അതൊരു 2 സീസൺ കഴിയുമ്പോൾ, 2 മഴയുടെയും വെയിലിൻ്റെയും 2 സീസൺ കഴിയുന്ന സമയത്ത് ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ട് ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് നടത്തി അത് അത്രയും മെയിൻ്റനൻസ് നടത്തി എന്തെങ്കിലും പെയിൻറ്റിങ് ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിയിട്ട് എന്തെങ്കിലും ചെടികളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കരിഞ്ഞു പോയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു 2 yearsൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു മെയിൻ്റനൻസ് എല്ലാം കൂടി പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീട് പുത്തനായിട്ട് അടുത്തൊരു 5 വർഷത്തേക്ക് എടുക്കും. പിന്നെ 5 വർഷം കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു മെയിൻ്റനൻസ് നടത്തിപ്പോയാൽ മതി. എവ്രി ഇയർ മെയിൻ്റനൻസ് നടത്തുന്നില്ല, ചെറിയൊരു മെയിൻ്റനൻസ് വരുമ്പോഴും അത് സ്റ്റിച്ചിങ് ടൈം സേവ്സ് ടൈം എന്നുള്ള പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വീട് പണീനെ സംബന്ധിച്ച്.